സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് എൻ്റെ പേര് ഷാജി എന്നാണ്. എൻ്റെ വീട്ടുപേര് കപ്പിലുമക്കൽ. ഞങ്ങൾ കാരണന്മാരായിട്ട് ഇവിടെ വന്ന് കൂടിയവരാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നതാണ്. എൻ്റെ തറവാട് വീടാണിത്. ഈ വീട് ഇവിടെ പണിതിട്ട് ഇപ്പോൾ ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ്. ഇപ്പോൾ ചാച്ചൻ മരിച്ചിട്ട് ഇപ്പം 2010 മരിച്ചാണ്. അമ്മയുണ്ട്, അമ്മ ചേട്ടൻ്റെ കൂടെയാണ്. ഞങ്ങൾ 10 മക്കളാണ്, 5 ആണും 5 പെണ്ണും. കാരണന്മാരായിട്ട് നല്ലോണം പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം എല്ലാം കൊടുത്താണ് വളർത്തിയതും എല്ലാം ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കൃഷിയും കാര്യങ്ങളും അറിഞ്ഞു. ഞങ്ങൾക്ക് 8-10 ഏക്കർ സ്ഥലമുണ്ട് മൊത്തം. അതിൽ കാരണന്മാർ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാപ്പി, കുരുമുളക്, അതുപോലെ തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതെല്ലാം. കാരണന്മാരുടെ കാലം കഴിഞ്ഞോടുകൂടി എല്ലാം കൃഷിയിലേക്ക് താല്പര്യങ്ങൾ കുറഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് വിളവിനനുസരിച്ചുള്ള കൃഷിക്കനുസരിച്ച് ഉള്ള സാമ്പത്തികമായിട്ട് കിട്ടുന്നില്ല. മുടക്ക് മാത്രമേ ഉള്ളൂ. പണിക്കാരുടെ കൂലിയൊക്കെ വളരെ കൂടുതലാണ്. കാരണന്മാരായിട്ട് നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ട് നമ്മളും പഠിച്ചും ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതിലൊക്കെ പിന്നെ മെച്ചങ്ങളും കാര്യങ്ങളും ഒന്നും വരാണ്ടും ഭയങ്കര സാമ്പത്തികമായിട്ട് ബാധ്യതകളും കാര്യങ്ങളും കടബാധ്യതകളൊക്കെ വന്ന് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തു. ഇഞ്ചി കൃഷിയിൽ 10-50 ലക്ഷം രൂപയോളം കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയി ദൈവം എനിക്ക് കുറേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവാനുഗ്രഹത്താലാണ് ഞങ്ങളിപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ 2000-ലാണ് ഇങ്ങനെ ഒരു ഫാമിനെ പറ്റി ആലോചന വന്നത്. അങ്ങനെ ഒരു ചെറിയൊരു പന്നി ഫാം, ഒരു 3 പന്നീനെയും കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഒരു ചെറിയൊരു ഷെഡും കെട്ടി. അന്ന് കാരണന്മാരൊക്കെ ഉണ്ട്, ചാച്ചനും അമ്മച്ചിയൊക്കെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഫാം തുടങ്ങിയിട്ട് 2000-ൽ തുടങ്ങി ഒരു 3 പന്നീനെയും കൊണ്ട് തുടങ്ങിയാണ്. അത് 2004 ആയപ്പോഴത്തേനും അത് നമുക്കൊരു 10-60 പന്നിയൊക്കെ ആയായിരുന്നു. അപ്പോൾ കാരണന്മാരൊക്കെ അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി ഗൾഫിൽ പോയി തിരിച്ച് വന്നതിന് ശേഷം 2014-ലാണ് രണ്ടാമത് ഇതുപോലെ ഒരു ഫാം തുടങ്ങണമെന്നും ആ പണ്ടത്തെ പന്നി ഫാമിനെ പറ്റിയുള്ള ആലോചനയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ രണ്ടാമത് 2014 തിരിച്ച് വന്ന് 10 കൊല്ലത്തെ ഗൾഫ് ജീവിതം കഴിഞ്ഞ് വന്ന് 2014-ലാണ് രണ്ടാമത് തുടങ്ങുമ്പോൾ ഇതിന് സാമ്പത്തികമായിട്ട് നല്ല ചിലവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്കൊരു പാർട്ണറെ വേണമായിരുന്നു. അങ്ങനെ എനിക്കൊരു പാർട്ണറെ കിട്ടി. മാനന്തവാടിയിലുള്ള ഒരു റിട്ടയർഡ് SI ആണ്. ആൾ നല്ല ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു പോലീസുകാരനായിരുന്നു. റിട്ടയർഡായി, ടീച്ചറാണ് ഭാര്യ. അങ്ങനെ പുള്ളിയോട് ഞാനിങ്ങനെ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു, എന്നാൽ നമുക്ക് തുടങ്ങാം, ഒരു പന്നി ഫാമിന് ആലോചന വന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഫാം തുടങ്ങുന്നത്. അറുപത് പന്നീനെ കൊണ്ട് രണ്ടാമത് തുടങ്ങി. അത് തുടങ്ങി കുഴപ്പമില്ലാണ്ടൊക്കെ പോയിക്കൊണ്ടാണ് ഞാൻ ബ്രീഡിംഗ് ഫാമിനെ പറ്റി ആലോചന വന്നത്. അങ്ങനെ പലയിടത്തും പോയി ഞങ്ങൾ കാണുകയും ഞങ്ങൾക്ക് ഡോക്ടർമാരുടെ സപ്പോർട്ടോട് കൂടിയൊക്കെ നോക്കി. അതിന് ഒരു അരുൺ സക്രിയ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ മീനങ്ങാടിയിലുള്ള. ആ ഡോക്ടറുടെ സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ രണ്ടാമത് ബ്രീഡിംഗ് ഫാം തുടങ്ങുന്നത്. അതൊക്കെ തുടങ്ങി കുഴപ്പമില്ലാണ്ടൊക്കെ വന്നപ്പോഴത്തേനാണ് 2 വെള്ളപ്പൊക്കം വന്നു. പിന്നെ കൊറോണ വന്നു. അതിൻ്റെ പുറകെ ഓരോന്നോരോന്നായി ഞങ്ങൾക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തുടങ്ങിയിട്ട് നമുക്കിതിന് ശരിക്കും 80 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഈ ഒരു ഫാമിന് മാത്രം നമുക്ക് മുടക്കുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ആ പൈസ റിട്ടേൺ വരുമോ ഒന്നും ചെയ്തില്ല. കാരണം എല്ലാം കൊണ്ടും ആ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഈ കൊറോണ വന്നതോടുകൂടി സാധനങ്ങൾക്കുള്ള നമ്മളിവിടെ ബ്രീഡിംഗ് ഫാമായിരുന്നു. ഇവിടെ തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന ഡ്രൈ ഫീഡായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആവശ്യം തീറ്റ ഉണ്ടാക്കാനുള്ള മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ മില്ലൊക്കെ പണിതാണ്. അത് എൻ്റെ പാർട്ണറുടെ സ്ഥലത്താണ്, കൊണ്ടേങ്ങാടിയിലാണ് മില്ലുള്ളത്. അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ ഞങ്ങൾ തീറ്റയെല്ലാം അടിച്ചു കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നു വിട്ടത്. കൊറോണ വന്നതോടുകൂടി എല്ലാ സാധനങ്ങൾക്കും മെറ്റീരിയലിലെല്ലാം ഭയങ്കര വിലയും കാര്യങ്ങളെല്ലാം ആയിപ്പോയി. ഞങ്ങൾക്ക് ഒരു വിധത്തിലും താങ്ങാൻ പറ്റാത്ത റേറ്റായിപ്പോയി.
അങ്ങനെ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു 10-40 ലക്ഷം രൂപയോളം ആ വകുപ്പിൽ നമുക്ക് നഷ്ടവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ അങ്ങനെ ഹോട്ടലുകളൊക്കെ പിന്നെ തുറക്കാൻ തുടങ്ങിയ ദൈവാനുഗ്രഹത്താലും നമുക്ക് പിന്നെ ഹോട്ടലൊക്കെ തുറക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മില്ല് നിർത്തി വെച്ചേക്കണം, ഡ്രൈ ഫീഡ് നിർത്തി വെച്ച് ഇപ്പോൾ ഹോട്ടൽ വേസ്റ്റ് മാത്രം കൊടുത്താണ് ഇപ്പോൾ പന്നിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളത് കൊടുക്കുന്നു. കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ കൃഷി 2 കൊല്ലമൊക്കെ 2014 തുടങ്ങി 2018 ആയപ്പോഴത്തേനും നമുക്ക് കുഴപ്പമൊക്കെ ഇല്ലാണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ ആ ഒരു ആലോചന വന്നു, നമുക്കൊരു ബ്രീഡിംഗ് ഫാം തുടങ്ങിയാലോ എന്ന്. കാരണം കുഞ്ഞുങ്ങളെയാണല്ലോ അധികം വേണ്ടതും സെയിൽ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ വേണ്ടത്. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീഡിംഗ് ഫാമിനെ പറ്റി ആലോചിച്ച്. അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ടൂറൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട്, സർക്കാർ ഇതൊരു മൃഗ സംരക്ഷണ വകുപ്പിൻ്റെ വകയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് ഇവിടെ തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ പൊള്ളാച്ചിയെല്ലാം പോയി, അങ്ങനെ 2-3 ഫാമെല്ലാം നമുക്ക് കാണാനുള്ള ഇത് കിട്ടി. അന്ന് കൊണ്ടുപോയത് നമ്മുടെ ഒരു വെറ്റിനറി ഡോക്ടറാണ്, അനിൽ സക്രിയ എന്ന് പറഞ്ഞ ഡോക്ടറെ കെയറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. നമുക്കൊന്നും 10 പൈസ മുടക്കില്ല. ഞാനും എൻ്റെ പാർട്ണറും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 50 വയനാട്ടിൽ നിന്ന് തന്നെ ഒരു 50 കർഷകരുണ്ടായിരുന്നു. 50 കർഷകർ ഒരു ബസ്സിന് കൊണ്ടുപോയി. അങ്ങനെയെല്ലാം കണ്ടോടുകൂടി നമുക്ക് ഒരു ബ്രീഡിംഗ് ഫാമിനെ പറ്റി നല്ലൊരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഇതെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ബ്രീഡിംഗ് ഫാം തുടങ്ങുന്നത്. അങ്ങനെ ബ്രീഡിംഗ് ഫാമിന് വേണ്ടി ചെറിയ പൈസയ്ക്ക് തീരില്ല, 10-40-50 ലക്ഷം രൂപയിലും വേണ്ടി വരും തുടങ്ങണമെന്നുള്ള കണ്ടീഷനാണ്. എന്നാലും നല്ലൊരു ഹൈടെക്കായിട്ട് തുടങ്ങാനുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ പണിയെല്ലാം തുടങ്ങിയത്. അങ്ങനെ ബാങ്കിൽ നിന്ന് എനിക്ക് പുള്ളിക്ക് ലോണിൻ്റെ ആവശ്യമില്ല, കാരണം സാമ്പത്തികമായിട്ട് കുറച്ചുള്ള ആളാണ്. ഞാൻ സ്ഥലവും ഇതും വെച്ച് അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നൊരു 30 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഫാം തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും തുടങ്ങി. ഇത് മുന്നോട്ട് പണികളെല്ലാം പൂർത്തീകരിച്ച് ഒക്കെ വന്നപ്പോഴത്തേനും എല്ലാം ചൈനയുടെ സാധനങ്ങളാണ്. ഫാമിന് വേണ്ട എടുത്തേക്കണ എല്ലാം ചൈനയുടെ സാധനങ്ങളാണ്. എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പണി തീർത്ത് കഴിഞ്ഞപ്പോഴത്തേനും 2018 ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് പണികളെല്ലാം തീർക്കാൻ പറ്റി. എല്ലാം സ്വന്തം ഐഡിയയിൽ, ഞങ്ങളുടെ സ്വന്തം ഐഡിയയിലാണ് ഇതിന് ഫാമിനെ പറ്റി പഠിക്കാനും അത് പണിയാനും അത് എങ്ങനെ ശരിയാക്കണം എന്നൊക്കെ ആലോചിച്ചു. എല്ലാം ഇതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പണികളും ഞങ്ങൾ സ്വന്തം പണിയാണ്. വെൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ പമ്പിങ്ങും വയറിങ്ങും എല്ലാത്തിനും ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതൊക്കെ തീരുമാനിച്ച് ആലോചിച്ച് ഞങ്ങൾ പല ഫാമുകളും കണ്ട് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ ഫാം തുടങ്ങി 2018 ലാസ്റ്റോട് കൂടി നമുക്ക് പണിയെല്ലാം തീർത്ത് ഞങ്ങൾ പഴയ ഫാമിൽ നിന്ന് പുതിയതിലേക്ക് പന്നികളെയൊക്കെ കൊണ്ടിട്ടു. പിന്നെ പഞ്ചാബിൽ പോയി ഞങ്ങൾ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പന്നി ഫാമിനിപ്പോൾ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ പന്നി നല്ല കുഞ്ഞുങ്ങളെ വേണം, നല്ല കുഞ്ഞുങ്ങളുണ്ട്, കൂട് നല്ല വൃത്തിയിൽ പണിയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പഞ്ചായത്തിന് ലൈസൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആര് ഫാം തുടങ്ങിയാലും വൃത്തിയായിട്ട് ഫാം കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ പണിയാനുമുള്ള ഇതിൽ വേണം എടുക്കാൻ. അല്ല പഴയ പോലത്തെ പോലെ നടക്കില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ചെന്ന് ഒരു ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു ചെല്ലുമ്പോൾ പന്നി ഫാം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു മടിയാണ്. കാരണം അവർ ഇതിലേക്ക് ഭയങ്കര ഒരു വിഷമമാണ് അവർക്ക്. കാരണം അതേ കോലത്തിലുള്ള ഫാമുകളാണ് അവർ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ഹൈടെക് ഫാം എന്നൊന്നും പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ആര് തുടങ്ങിയാലും ഫാം തുടങ്ങുന്ന നല്ലതാണ്. പന്നി ഫാം നല്ല ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ പശു, കോഴി, അതുപോലെ മറ്റ് കൃഷികൾ, കാപ്പിയോ കൊടിയോ എന്ത് ചെയ്താലും അതിനേക്കാളൊക്കെ മെച്ചമുള്ള ഒരു കൃഷിയാണ് പന്നി ഫാം. പക്ഷേ പന്നി ഫാം തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പന്നിയാവണം, എന്നാൽ മാത്രമേ നമുക്ക് പന്നി കൃഷി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം പണിക്കാർ ഇന്ന് പറഞ്ഞ് നാളെ പണിക്കാരുണ്ടാകും. ഇപ്പോൾ നേപ്പാളിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ പണിക്കാർ വരുന്നുണ്ട്. പക്ഷേ വന്ന് ഇവർ പണിയൊക്കെ എടുക്കും. ഇവർ 2 ദിവസം കഴിയുമ്പോൾ ഇട്ടിട്ട് പോയാൽ ഫാം നമുക്ക് നടത്താൻ പറ്റണം. അപ്പം നമ്മൾ ഇറങ്ങി ചെയ്യാനുള്ള തൻ്റെ ഇടവും അതിനുള്ള മനക്കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫാം തുടങ്ങാവും. നമുക്ക് ചെയ്യാൻ സ്വന്തമായിട്ട് പണിക്കാരെ കണ്ട് അല്ലെങ്കിൽ പണിക്കാർ ചെയ്യും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഫാം തുടങ്ങരുത്. അവരില്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് തുടങ്ങാൻ. നമ്മളിപ്പോൾ ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ അതിൽ വേണ്ട പന്നിക്കുഞ്ഞ് എടുക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം നല്ല കുഞ്ഞുങ്ങളെ നല്ല ബ്രീഡ് എടുത്താൽ മാത്രമേ നമുക്ക് ആ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ എവിടുന്നേലും കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ 1 വർഷം നോക്കുന്നത് വെറുതെ ആയി പോകും.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഞ്ഞെടുക്കുമ്പോൾ കുഞ്ഞിനെ മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ 4000 രൂപയാണ് ഒരു കുഞ്ഞിന് വില. അപ്പോൾ മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കുഞ്ഞിനെ നോക്കി അത് എങ്ങനെയാണ് ആ ഫാമിനെ പറ്റി കുറച്ചൊക്കെ പഠിച്ച് നല്ല അന്വേഷിച്ച് ഒക്കെ നമ്മൾ കുഞ്ഞിനെ മേടിക്കാവും. അത് മേടിക്കുക കുഞ്ഞ് ലാർജ് വിറ്റ് അല്ലെങ്കിൽ ഡൂറോക്ക്, ആംഷെയർ, ഈ 3 എൻ്റെ അടുത്തുള്ളത്. പക്ഷേ ഈ ബ്രീഡുകളെല്ലാം നല്ല ബ്രീഡാണ്, കുഴപ്പമില്ലാത്ത ഇതാണ്. തൂക്കത്തിനാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു വർഷം നോക്കുമ്പോഴത്തേക്കും നമുക്ക് 4000 രൂപ കൊടുത്താലും നമുക്കൊരു 20,000 രൂപകളൊക്കെ മുതലായിട്ട് വരും. അപ്പം നമ്മളെങ്ങനെ നോക്കുന്നു, നമ്മളെങ്ങനെ കൊണ്ടു കിടക്കുന്നു, അതുപോലെയാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ലാഭവും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ വാങ്ങുന്നു, ആ കുഞ്ഞിനെ വാങ്ങി നമ്മൾ ശരിക്കും നോക്കി നല്ലോണം നോക്കി പന്നിയുടെ പുറകെ തന്നെ നടക്കണം. അല്ലാണ്ട് നമ്മൾ മേടിച്ചിട്ടു അല്ലെങ്കിൽ തീറ്റ കൊടുത്തു ഇങ്ങോട്ട് പന്നി വളരില്ല. അതുപോലെ രോഗങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ്, പഴയ പോലെയല്ല. പഴയെന്ന് പറഞ്ഞാൽ നമ്മൾ പന്നീനെ അങ്ങോട്ട് ഇട്ടാൽ മതി, ഒരു മണ്ണിന് ഉള്ള സ്ഥലത്ത് കൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ അതുപോലെയല്ല. ഇപ്പം ടൈൽസൊക്കെ ഇട്ട് അതുപോലെ വൃത്തിയായിട്ടൊക്കെ നോക്കി 2 നേരമൊക്കെ കൂട് കഴുകി അങ്ങനെയൊക്കെ നോക്കിയാലേ കുഞ്ഞുങ്ങൾ വളർന്നു അതുപോലെ തന്നെ മണമില്ലാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പന്നീനെ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും അതുപോലെ അതിന് വേണ്ട അയണും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പന്നിപ്പനിയുടെ വാക്സിൻ എടുക്കണം, നിർബന്ധമായിട്ട് എടുക്കണം. ഇപ്പോൾ ഏതാ രോഗം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പന്നിപ്പനി, ഇപ്പോൾ ആഫ്രിക്കൻ പന്നിപ്പനി വന്നു, നമുക്കൊന്നും ദൈവാനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, എങ്കിലും അടുത്ത പ്രദേശത്തൊക്കെ വന്നു. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതുവരെയും ദൈവാനുഗ്രഹിച്ച് വരാത്തത്. അപ്പോൾ വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കൃഷിയിൽ ഇപ്പോൾ ഏറ്റവും എല്ലാവരും ഇപ്പം പരാജയത്തിലേക്ക് വന്നതിൻ്റെ കാരണം 2 കൊറോണ വന്നു, ഇതെല്ലാം വന്നു. അതിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി വന്നപ്പോഴത്തേനാണ് രണ്ടാമത് ഈ പന്നിപ്പനി വരുന്നത്. പന്നിപ്പനി വന്നതോടുകൂടി എല്ലാവരും ശരിക്കും ഇതിനോട് അങ്ങോട്ട് മടുപ്പായിപ്പോയി. കാരണം മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം പന്നീനെയൊക്കെ ഗവൺമെൻറ് കൊന്നു കളയുന്നു, അതുപോലെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ചിപ്പോൾ വളരെ കുറവുണ്ട്, എന്നാലും ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ ഒരു കൂട്ടിലേക്ക് പോവുക, ഒരു പന്നിപ്പാമ്പിൽ പോവുകയാണെങ്കിൽ മറ്റു പന്നിപ്പാമ്പിൽ പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അതുപോലെ കുഞ്ഞിനെ എടുക്കുന്നിടത്തുനിന്ന് നോക്കണം അവിടെ പന്നിപ്പനി പിടിച്ചതാണോ ഇല്ലയോ എന്ന്. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു ഫാം തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മളൊരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനുള്ള ഇതില്ല, എന്നാലും ആദ്യം പറയുകയാണ്. അത് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ വീടുകളൊക്കെ വളരെ കുറവുള്ളതും മറ്റ് ആൾക്കാർ താമസം ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് ഒരു 100 മീറ്ററിലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് വീടുമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പന്നി ഫാമിൻ്റെ ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്ലാനും എസ്റ്റിമേറ്റും വരയ്ക്കുന്ന ആളെ പോയി കണ്ട് നമ്മുടെ ഫാമിന് വേണ്ട എത്ര റൂം വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പൊല്യൂഷന് വേണ്ടിയിട്ട് അവരതിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയാക്കി നമുക്ക് ഓൺലൈനിലായിട്ട് അടച്ച് പൊല്യൂഷൻ കിട്ടും. പൊല്യൂഷൻ്റെ പേപ്പറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പഞ്ചായത്തിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്നാണ്, പഞ്ചായത്തിൽ നിന്നാണ് പിന്നെ അവർ വന്ന് നോക്കി ഈ ലൈസൻസ് നമുക്ക് പാസ്സാക്കി തരേണ്ടത്. അങ്ങനെയാണ് ഫാമിന് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ അത് തന്ന് പൊല്യൂഷനും വന്ന് നമ്മൾ നോക്കി ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ പന്നീനെ നമ്മൾ ഫാമിൽ ഇടാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഒരു 50 പന്നീനെ വളർത്തണമെങ്കിൽ 50 പന്നിക്ക് വളർത്താനുള്ള കൂടിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഫീസ് അടയ്ക്കുക, ഇതെല്ലാം ചെയ്യുക. അങ്ങനെയാണ് ഫാം തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫാം തുടങ്ങുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് നല്ല ഇതിൽ പണിയാൻ ശ്രദ്ധിക്കണം. കാരണം സാമ്പത്തികം കുറവാണെന്ന് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പണിയാൻ പറ്റും. ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് പണിയാം. വില കൂടിയ സാധനം കൊണ്ട് വേണം പണിയാം. ഇതുകൊണ്ട് അതും ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ മോഡൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കട്ട കൊണ്ട് കെട്ടാണ്ട് നമ്മൾ കമ്പി കൊണ്ട് ഗ്രില്ലടിച്ച് പണിയുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൻ്റെ ഉള്ളിൽ മണം അങ്ങനെ നിൽക്കില്ല. മൂത്രമോ കാഷ്ടമോ ഒക്കെ വന്നാലും ഈ കൂട്ടിനകത്ത് മണം നിൽക്കില്ല. അതിനനുസരിച്ച് പന്നിക്ക് നമുക്ക് വളർച്ച കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. പിന്നെ നമ്മൾ ഫാം പണിയുമ്പോൾ ഹൈറ്റിൽ പണിയണം. കാരണം താഴ്ന്ന് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ നിൽക്കും, നമുക്ക് കൂട്ടിൽ നിന്ന് മണങ്ങൾ പോകില്ല. അപ്പോൾ പരമാവധി നമ്മൾ എത്ര പൊന്തിച്ച് പണിയാൻ പറ്റും, പഞ്ചായത്ത് ഒരു കണക്കുണ്ട്, ആ കണക്കിനനുസരിച്ച് പൊന്തിച്ച് വേണം പണിയാൻ. സെൻറ്ററിൽ നമ്മളൊരു ക്യാപ്പിട്ട് പണിയുകയാണെങ്കിൽ ഒരു ഇച്ചിരി പൊക്കം കൊടുത്ത് ഒരു 1 മീറ്റർ 1.5 മീറ്റർ പൊക്കത്തിൽ രണ്ടാമത്തെ ഒരു തട്ടായിട്ട് പണിതാൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഒട്ടും മണവും കാര്യങ്ങളും ഉള്ളിൽ നിൽക്കില്ല. പിന്നെ ബയോഗ്യാസ് അത് നിർബന്ധമാണ്, ഇതിന് വേണ്ടത് ബയോഗ്യാസാണ് വേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് കണക്ക് പ്രകാരം എത്രയാണെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഗ്യാസിൻ്റെ 50 പന്നിക്ക് ഏറ്റവും കുറഞ്ഞത് 10 MQവിൻ്റെ ബയോഗ്യാസ് വേണ്ടി വരും. അതുപോലെ തന്നെ വേസ്റ്റ് കിറ്റ്, അതുപോലെ തുമ്പൂർ മുഴി
എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടാൽ പൊടിഞ്ഞ് നമുക്ക് മണം ഇല്ലാണ്ടിരിക്കും. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പന്നീനെ വളർത്താൻ നോക്കാവൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പന്നിയെ വളർത്തുമ്പോൾ അടുത്തുള്ള പ്രദേശത്തുള്ള നാട്ടുകാരാണ് ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് 4 ദിവസം കഴിയുമ്പോൾ ഫാം പൂട്ടേണ്ടി വരും. അതുകൊണ്ട് അതിന് നമ്മൾ ഈ പൈസയും മുടക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് പൂട്ടേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുതലാവില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പന്നീനെ വളർത്താൻ പാടുള്ളൂ. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പന്നി ലാഭകരമായൊരു കൃഷിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഫുഡ് വേസ്റ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചിലവ് ഇല്ല. പശുവിനാണെങ്കിൽ നമ്മൾ കാൽത്തീറ്റ ഇതൊക്കെ മേടിച്ച് പുല്ലൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ ചിലവുണ്ട്. അപ്പോൾ ഈ പന്നി ഫാമിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവ് കുറവാണ്. ഒന്ന് വേസ്റ്റിന് ഫുഡ് വേസ്റ്റ് കിട്ടുന്നത്, അത് ഫുഡ് വേസ്റ്റ് എന്നല്ല ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്, അതിന് മിച്ചഭക്ഷണം എന്നാണ് പറയുന്നത്. ഈ മിച്ചഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോഴിയുടെ ഇതുണ്ടെങ്കിൽ ബാക്കിയോ എല്ലാം കൂടെ ആയിട്ട് വേവിച്ചും ഒക്കെ ആയിട്ട് കൊടുത്ത് നമുക്ക് പന്നി വളർത്താൻ പറ്റും. വലിയ ചിലവില്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ പന്നീനെ വളർത്താൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രീഡ് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ മേടിക്കാൻ നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പൈസ കുറവുണ്ട് അല്ലെങ്കിൽ ഇത് കുറവുണ്ടെന്നും പറഞ്ഞ് പന്നിക്കുഞ്ഞിന് കിട്ടാമെന്നൊക്കെ വയ്ക്കും. പക്ഷേ അതൊന്നും നോക്കി നമ്മൾ പന്നീനെ വാങ്ങരുത്. നമ്മൾ ഒരു വർഷം നമ്മൾ നോക്കണം. അപ്പോൾ ആ ഒരു വർഷം നോക്കണം, നമുക്ക് അതിനുള്ള ലാഭം ഉണ്ടായിരിക്കണം. ലാഭം ഉണ്ടാണെങ്കിൽ അതിന് തൂക്കവും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ പന്നീനെ വളർത്തുമ്പോൾ നല്ല ബ്രീഡ് നോക്കിയിട്ട് നല്ല കുഞ്ഞുങ്ങളെ നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ നോക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ഞാനൊക്കെ പന്നീനെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 114 ദിവസമാണ് ഒരു പന്നി പ്രസവിക്കേണ്ട സമയം. അപ്പം 3 മാസം 3 ആഴ്ച 3 ദിവസമാണ് ഇതിന് കണക്ക് പറയുന്നത്. അപ്പോൾ ബ്രീഡ് ചെയ്ത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് നമ്മൾ പന്നി പ്രസവിക്കണമെങ്കിൽ ഇത്ര 114 ദിവസം വേണം. അത് കഴിഞ്ഞ് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അയൺ കുത്തിവെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ മുലപ്പാലിൽ ഇതിന് കുറവായതുകൊണ്ട്, മറ്റു മൃഗങ്ങളെ പോലെ കുറവായതുകൊണ്ട് നമ്മൾ അയൺ കൊടുക്കും ആദ്യം. അത് 1 ml വെച്ച് ആദ്യം നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ കൊടുക്കും. 3 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ 1 ml കൂടെ കൊടുക്കും. അയണും കൊടുക്കും. അയൺ കൊടുത്തതിന് ശേഷം നമ്മൾ ബി കോംപ്ലക്സ് 1 ml വെച്ചിട്ട് അതും കൊടുക്കും. പിന്നെ നമ്മളൊരു 2 ദിവസം കഴിയുമ്പോൾ പന്നിയുടെ പല്ല് കട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഈ പല്ല് കട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മത്സരിച്ച് പാല് കുടിക്കുമ്പോൾ ഒരു 10-14 കുട്ടികളോ അല്ലെങ്കിൽ 12 കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ മത്സരിച്ച് ഈ പാല് കുടിക്കുമ്പോൾ ഈ പന്നിയുടെ മുലക്കാമ്പയിൽ തട്ടുമ്പോൾ അവർ കടിക്കുമ്പോൾ പന്നി ചാടി എണീക്കും. അപ്പോൾ പാല് കുടിക്കാൻ അവർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇവർ മത്സരിച്ച് കുടിക്കുമ്പോൾ ഇവരുടെ മുഖമൊക്കെ കടിച്ച് പറിക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് നമ്മൾ വളർത്തുമ്പോഴാണെങ്കിലും എന്തെങ്കിലും തീറ്റ കൊടുക്കുമ്പോൾ തേറ്റപ്പല്ലൊക്കെ ഇറങ്ങി വരും. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 3 ദിവസം 4 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. പല്ല് കട്ട് ചെയ്ത് കളയണം. അത് മേലത്തെ 4 പല്ലും താഴത്തെ 4 പല്ലും അങ്ങനെ എടുത്ത് കളയുന്നത് ഏറ്റവും നല്ലതായിരിക്കും പന്നീനെ വളർത്തുന്നത്. അതുപോലെ തന്നെ വാല് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് കളയാം. ഈ വാല് മുറിക്കുന്ന കുറച്ച് വിട്ട് നമുക്ക് വാല് മുറിച്ച് കളയുന്നത് നല്ലതായിരിക്കും. വാല് മുറിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഹോട്ടലിൽ കിടക്കുകയാണെങ്കിൽ ഈ വേസ്റ്റൊന്നും ഇങ്ങനെ അടിച്ച് വാലും കൊണ്ട് അടിച്ച് ഈ ഭിത്തിയിലോ ഇതിലൊന്നും വരാണ്ടൊക്കെ ഇരിക്കും. അപ്പം വാലും കൂടെ മുറിച്ച് കളയുന്നത് നല്ലതായിരിക്കും. നമ്മൾ തള്ളയുടെ കൂടെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ദിവസമാണ് തള്ളയുടെ കൂടെ നമ്മൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ വിടുന്നത്. ഈ 45 ദിവസം കഴിയുമ്പോൾ വീൻ ചെയ്ത് നമ്മൾ മാറ്റും. ഇതിനെ കുഞ്ഞിനെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നമ്മൾ സെപ്പറേറ്റ് തീറ്റയെല്ലാം കൊടുത്ത് നമ്മൾ വളർത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ കുഞ്ഞിനെ സെയിൽ ചെയ്യുന്നത്. അപ്പോഴത്തേന് ഒരു പന്നി കുഞ്ഞ് 10-നും 15 ഇടയ്ക്ക് തൂക്കം വരും. അന്നേരമാണ് നമ്മൾ 4000 രൂപ വിലയ്ക്കാണ് ഒരു കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് നമ്മളിപ്പോൾ ഒരു പന്നി പ്രസവിച്ച് ഫീഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, തീറ്റ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിനും തീറ്റ തിന്നാൻ തുടങ്ങും. നമ്മൾ ഈ കൂട് പണിതതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂട്ടിനകത്താകുമ്പോൾ നമുക്ക് തള്ളയ്ക്കും കുഞ്ഞിനും സെപ്പറേറ്റ് തീറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ 40 ഗ്രാം വെച്ചിട്ട് ഒരു പന്നിക്ക് കുഞ്ഞിന് തീറ്റ, ഈ പിണ്ണാക്കോ എന്തെങ്കിലും തീറ്റ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ വളർത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ലതാണ്. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അങ്ങനത്തെ കൂട് പണിത്. അന്നേരം തള്ളയ്ക്ക് കൊടുക്കുന്ന ഹോട്ടൽ വേസ്റ്റോ അല്ലെങ്കിൽ ഇത് കൊടുത്താൽ കുഞ്ഞ് തിന്നില്ല. ഈ പൊടി ആയിട്ടുള്ള ബ്രീഡ് ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ 45 ദിവസം കഴിഞ്ഞ് പിരിച്ച് വിട്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഈ കുഞ്ഞിനെ സെയിൽ ചെയ്യുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി ഇപ്പോൾ ഒരു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 10-50 കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുപോയി വളർത്തിയാൽ ഒരു മാസം കൊണ്ട് 10 കിലോയുടെ കണക്കാണ് നമ്മൾ കൂട്ടുന്നത്.
അപ്പം 10 മാസം വളർത്തിയിട്ടുണ്ട് 1 ക്വിൻ്റലിന് മേലെ 1,20 കിട്ടുന്നുണ്ട്, 1,20, 1,30 ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. 4,000 രൂപയാണ് കുഞ്ഞിൻ്റെ വില. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രസവത്തിന് നമ്മൾ വിടുന്നത് നമുക്കൊരു വർഷത്തിൽ 3 പ്രസവം എടുക്കാം. പിന്നെ ഒരു ക്ഷീണമൊക്കെയാണ് ഇത്രയും തള്ള കുടിച്ച് ഇതൊക്കെ ആകുമ്പോൾ തള്ളയ്ക്ക് ക്ഷീണം വരും. അപ്പോൾ നമ്മൾ 1 മാസം തീറ്റയെല്ലാം കൊടുത്ത് അതിന് എണ്ണ ചേർക്കാൻ വിടാണ്ട് നമ്മൾ നോക്കും. അതിന് ശേഷമേ നമ്മൾ പിന്നെയും വിടുകയുള്ളൂ. അന്നേരത്തിന് തള്ളപ്പന്നി കുറച്ചുകൂടി കൊഴുപ്പും കാര്യങ്ങളൊക്കെ ആയി കുറച്ചും കൂടി ഉഷാറായിട്ട് വരുന്നത് നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ വിടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷത്തിൽ നമുക്ക് 3 പ്രസവം കിട്ടും. പന്നി കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ അസുഖം ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങളെന്ന് പറയുന്നത് വയറിളക്കമാണ് ഇതിന് കൂടുതൽ വരുന്നത്. ഭക്ഷണത്തിൽ നിന്നുണ്ടാവാം, വെള്ളത്തിൽ നിന്നുണ്ടാവാം, എല്ലാത്തിൽ നിന്നും. അപ്പോൾ നമ്മൾ വയറിളക്കം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അന്നേരം തന്നെ മരുന്ന് ഒന്നല്ലെങ്കിൽ ഗുളിക അല്ലെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ ഉണ്ട്, ഏതാണെന്ന് നമുക്ക് ഡോക്ടറെ കണ്ട് മേടിച്ച് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വയറിളക്കം പിടിച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ പന്നി ക്ഷീണിക്കും, പന്നിക്ക് ചത്തുപോകാനൊക്കെ ഇടയുണ്ട്. അതുപോലെ 20 കിലോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഡോക്ടർമാരൊക്കെ പറയുന്നത് നേരത്തെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഞാനും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 ദിവസം കഴിഞ്ഞാൽ വാക്സിൻ കുത്തിവെക്കും. കാരണം പന്നിപ്പനിയുടെ വാക്സിൻ അത് നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട്, അതാത് മൃഗാശുപത്രിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട. അതുപോലെ തന്നെ വാക്സിൻ കുളമ്പ് രോഗത്തിനും നമ്മൾ കുത്തിവെക്കണം. ഈ 2 കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. കുഞ്ഞ് വാങ്ങിയാൽ അത് കൊണ്ടുവന്ന് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ 20 കിലോ കഴിയുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആ കുത്തിവെപ്പ് നടത്തിയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ കുളമ്പ് രോഗമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിലെ മൊത്തം പന്നികളും പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പന്നിപ്പനി വന്നാലും ഇതേപോലെ തന്നെ സംഭവിക്കും. പിന്നെ ഉള്ള അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ഈ വയറിളക്കമാണ് മെയിനായിട്ടുള്ളത്. അതിന് നമ്മൾ ഇഞ്ചക്ഷനോ ഇതോ കൊടുത്താൽ മതി. ഇത്രയും നോക്കിയാൽ നമുക്ക് പന്നി വളർത്തി നല്ല ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. കൃഷി ഏറ്റവും നല്ല കൃഷിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പന്നി ഫാമാണെന്ന് പറഞ്ഞു. ഞാനും ഇതുപോലെ എല്ലാം പരീക്ഷിച്ചാണ്. അപ്പം കാപ്പി, കൊടി, വാഴ ഇതെല്ലാം വെച്ചു. ഇതിനെല്ലാം പുറകെ നടന്നും നമുക്ക് ഒരിക്കലും ടെൻഷൻ തീരാത്ത ഒരു കാര്യമാണ്. അവസാനം കിട്ടുന്നിടം വരെ നമുക്ക് ഈ മുടക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്നെല്ലാം പരാജയപ്പെട്ട് എല്ലാത്തിൽ നിന്ന് പോയതിന് ശേഷമാണ് ഞാൻ ദൈവാനുഗ്രഹത്താലാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ഇതിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് പിന്നെ മുന്നോട്ട് വന്നത്. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴാണ് പന്നിപ്പനിയൊക്കെ ഒന്നും അങ്ങോട്ട് വിട്ടുമാറി നമ്മളിപ്പോൾ കൃഷിയിൽ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം വയനാട്ടിലും തന്നെയല്ല, ഞങ്ങൾ അങ്കമാലി തൊട്ടിട്ട് കോട്ടയം, അങ്കമാലി ഈ സൈഡിലൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് വരെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കൊറോണയ്ക്ക് മുന്നും. ഇപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞിന് ഓർഡറൊക്കെ വരുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ നമുക്ക് മെച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ലാഭകരമായ ഒരു കൃഷിയാണ്. ആർക്ക് വേണമെങ്കിലും ഒരു 5 പന്നീനെ വളർത്തണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ വളർത്താനുള്ള ഇതുണ്ട്. അപ്പോൾ 5 പന്നി വളർത്തുന്നവനും ജീവിക്കാൻ ഏറ്റവും നല്ലൊരു ജോലിക്ക് പോകുന്നേക്കാളൊക്കെ സുഖമാണ്. നമ്മുടെ വീട്ടിലെ ഭക്ഷണമോ അതുപോലെ പുല്ലോ അല്ലെങ്കിൽ ഹോട്ടൽ വേസ്റ്റോ ഒന്നും പോയി എടുക്കണമെന്നൊന്നുമില്ല. 5 പന്നീനെ വളർത്താൻ വീട്ടിൽ വരുന്ന വേസ്റ്റും അതുപോലെ കുറച്ച് പുല്ലോ കാര്യങ്ങളോ വെച്ച് ചക്കയോ അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും ഇത് തിന്നോളും. അപ്പോൾ അങ്ങനെ വളർത്തുന്നവർക്ക് നല്ലോണം വളർത്താൻ പറ്റും. അത് വീട് അടുത്തുണ്ടെന്നോർത്തൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് 2 നേരം കൂട് കഴുകി നല്ലോണം ടൈലൊക്കെ ഇട്ട് ഒരു റൂം ഉണ്ടാക്കി അതിൽ നമുക്ക് 5 പന്നീനെ വളർത്തിയാൽ നമ്മുടെ ഒരു വർഷം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പന്നി 20,000 രൂപയിലും കിട്ടും. അങ്ങനെയുണ്ട് 5 പന്നിയിൽ 1,00,000 രൂപ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ലാഭമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും വൃത്തിയായിട്ട് നമ്മൾ കൂട് കഴുകി 2 നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഇതിന് ഒരു കുറ്റവും പറയില്ല, ഒന്നും പറയില്ല. അതുപോലെ നോക്കിയാൽ നമ്മുടെ സൈഡ് ബിസിനസ് ആയിട്ട് മറ്റ് കൃഷിനേക്കാളും ഒക്കെ വിജയകരമായിട്ട് ഇത് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും വിജയമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. എഞ്ചിനീയർമാർ തൊട്ടിട്ട് ഗൾഫിലൊക്കെ ജോലിയുള്ള എൻ്റെ അറിവിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല ശമ്പളം മേടിക്കുന്ന ആൾക്കാർ പോലും ആ ജോലി വിട്ട് കളഞ്ഞ് ഇവിടെ വന്നിട്ട് പന്നി ഫാം നടത്തുന്ന അനേകം പേരുണ്ട്. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ജോലിക്ക് പോയാലും ശരി, എന്തിന് പോയാലും ശരി, നമ്മളൊരു 10 പന്നീനെ വളർത്തി നോക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ പൈസ കിട്ടിയാലേ നമുക്ക് അതിന് ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ.
അതുകൊണ്ട് ആർക്കാണെങ്കിലും ഇത് വളർത്താൻ പറ്റും. അതിനൊന്നും വലിയ ചിലവോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ഇത് കൂടുമായിട്ടും ഇതൊക്കെ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്തി ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു നല്ലൊരു ജോലിയാണ്. ഇതിനു വേണ്ടി അധികം പഠിക്കാനോ ഒന്നിനും നോക്കണ്ട, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഒരു 5 പന്നീനെ വളർത്തുന്നതിന് ഒരു എക്സ്പീരിയൻസും വേണ്ട. അത് കൂട്ടിൽ കൊണ്ടിട്ട് ആരോട് ചോദിച്ചാലും അതിനെന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു ദിവസം തീറ്റയില്ല, ഞാനൊക്കെ തീറ്റയില്ലാണ്ട് വരുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ ബന്ധോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുല്ല് വെട്ടിയിട്ടാണ് കൊടുത്താണ് വളർത്തുന്നത്. അതുപോലെയും നമുക്ക് വളർത്താൻ പറ്റും. അതുപോലെ കോഴി വേസ്റ്റൊക്കെ ഏത് കടയിൽ ചെന്നാലും നമുക്ക് ഒരു 10 കിലോ കോഴി വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു നേരം പുല്ലും ഒരു നേരം കോഴി വേസ്റ്റും കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ പന്നി വളർത്തി വിൽക്കാൻ പറ്റും. നല്ല ലാഭകരമായിട്ട് പോകാനും പറ്റും. ഇപ്പോഴത്തെ പ്രതിസന്ധികളൊന്നും നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ മാറിക്കോളും, നമുക്കിത് വിജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കർഷകരും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ഭാവി നല്ലൊരു ഇത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ദൈവത്തെ മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ടതായിട്ട് വരില്ല. ഞാൻ ഈ പന്നി ഫാം തുടങ്ങി വളരെ പരാജയത്തിലായിരുന്നു. ഇപ്പോൾ ഒരു 9-12 മാസമായിട്ട് ഞങ്ങൾ കൃപാസനത്തിലൊക്കെ പോകുന്നുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ രണ്ടാമതും പച്ച പിടിച്ച് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ മാതാവിനെ കൂടെ പിടിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് വിജയപ്രദമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എന്ത് പരാജയം വന്നാലും ശരി, ഏത് വിധത്തിലുള്ള രോഗമായിട്ടോ അല്ല മറ്റേത് വിധത്തിലാണ്, നമ്മളൊക്കെ അനുഭവത്തിൽ കൂടെ പഠിച്ചതാണ്. നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാർ, നമുക്ക് ദൈവത്തിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് കഴിയും എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം അതിൽ നിന്ന് ഞങ്ങൾ മറിച്ച് ഇട്ടു. അവസാനമാണ് നമുക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഇപ്പം ഞങ്ങൾ പച്ച പിടിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് മാതാവിനെ കൂടെ കൊണ്ടുനടക്കുക, പിടിക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ കൃപാസനത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബിസിനസ് എന്ത് ആയിക്കോട്ടെ, എന്ത് ബിസിനസ്, പന്നിയിൽ നിന്നല്ല, ഏത് ബിസിനസ്, ഏത് രോഗമോ കാര്യങ്ങളോ എന്തും ആയിക്കോട്ടെ, അവിടുന്ന് അനുഭവത്തിൽ കൂടെയാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി.